അണ്ണാ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ 700 രൂപ, കടമാണെങ്കിൽ 800 രൂപ. 100 രൂപ പലിശയാ? ആ പിന്നെ വട്ടി വേണ്ടേ, ജോലിക്ക് കൂലി വേണ്ടേ. ചേച്ചിയാണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ല കടപ്പുറം അടിമലത്തുറ മീനുകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. ചേച്ചി ഇന്ന് എന്തൊക്കെ മീനുണ്ട്? ഇന്ന് കണവയുണ്ട്, നവിരയുണ്ട്, പിന്നെ 200 ആണ്. ഇതിന്റെ വലുത് ഓക്കെ, ഇത് ഒരു കൂറ് വന്നിട്ട് 200. ഇത് 100 രൂപ. ഇത് 100 രൂപയാണ്. ഓക്കെ, കൊഞ്ച് 100. പിന്നെ നെമ്മീൻ ചൂരുണ്ട് 4 എണ്ണം 200 രൂപ. നെമ്മീൻ ചൂര 4 എണ്ണം 200. ചെറിയ നൊത്തോലി 50-നുണ്ട്. ചെറിയ നൊത്തോലി 50-നുണ്ട്. വലിയ നൊത്തോലി 100-നുണ്ട്. വലിയ നൊത്തോലി കൂറ് വന്നിട്ട് 100 രൂപയ്ക്കുണ്ട്. പിന്നെ 3 വലിയ വള്ളിക്കൊഴിയാളുണ്ട്. വലിയ വള്ളിക്കൊഴിയാള 3 എണ്ണം എത്ര രൂപ വരും? അത് 200-നുണ്ട്, 150-നുണ്ട്. പിന്നെ കണ്ണൻ കൊഴിയാള 4 എണ്ണം 200-നുണ്ട്. കണ്ണൻ കൊഴിയാള 4 എണ്ണം 200 രൂപയ്ക്കുണ്ട്. വലിയ ഇത് 5 എണ്ണം കൊടുക്കേണ്ട, 1 എണ്ണം ഫ്രീ ആയിട്ട് 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ, 6 എണ്ണം. 5 എണ്ണം വാങ്ങിച്ചാൽ 6 എണ്ണം. ഓക്കെ, എത്ര രൂപയാണ്? അത് പിന്നെ 500 രൂപയാണ്. 500 രൂപയാണ്. നമുക്ക് ഈ ഒരു മീനൊന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഒരു എത്ര കിലോ വരും? 10 കിലോ വരുമോ? എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ ചേച്ചി, ആഞ്ഞ് ശ്രമിച്ചാൽ നടക്കും. 10 വരൂല. 6 കിലോ വരുമോ? ഇത് 6 കിലോ വരും. 6 കിലോ വരും. ജസ്റ്റ് ഒന്ന് തൂക്കി പിടിച്ചോ, നേരെ പിടിച്ചോ. ഇങ്ങനെ പിടിക്കാനാ? അങ്ങനെ പിടിച്ചോ, അങ്ങനെ പിടിച്ചോ. ഇങ്ങോട്ടൊക്കെ ചേച്ചി. ഇത് അമേരിക്കക്കാരൻ കഴിക്കേണ്ടതാണ്, പക്ഷെ ശകലം ചെറുതായതുകൊണ്ട് നമുക്ക് കിട്ടി. ഇത് ഞാനിപ്പോ $1 കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ ഇന്ത്യൻ മണിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഇന്ത്യൻ മണി കൊടുത്താൽ കിട്ടോ? ഇത് ഇന്ത്യൻ മണിക്കാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ എല്ലാം അമേരിക്കയില് എല്ലായിടത്തും പോണതാണ്. എക്സ്പോർട്ട് ചെയ്യണ സാധനമാണല്ലേ? ഞാൻ ഇത് $1 കൊടുത്താണ് കൊണ്ടുവന്നത്. ഇത് ചെറിയ സൈസ് അമൂറാണോ? ഇത് ചെറിയ അമൂറ്. ചെറിയ സൈസ് അമൂറാണ്. ഇത് എത്ര വരും? എത്ര? ഇത് എത്ര റേറ്റ് വരും? ഇന്ത്യൻ മണി നമ്മളിപ്പോ ഇന്ത്യൻ മണിക്ക് നമ്മൾ 200 കൊടുക്കണം. 200 രൂപയ്ക്ക് ഒരു പീസ്, ഒരെണ്ണം കൊടുക്കുന്നു. ഓക്കെ, ബാക്കിയൊക്കെ റേറ്റ് ഒക്കെ ഒന്ന് പറയാമോ ചേച്ചി? ഇത് കൊഞ്ചാണ്. ഇത് 200, ഇത് 100. ഓക്കെ, 200 അത് 100. അതിന്റെ സൈസ് അനുസരിച്ചിട്ട് മാറും. 350 കൊടുക്കും, 400 കൊടുക്കും. ഓക്കെ, ക്ലാത്തി 200 രൂപ എന്നാണ് ക്ലാത്തി പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ബാക്കിയൊക്കെ ഇതൊക്കെ വേളാപ്പാരയുടെ കുഞ്ഞാണ്. എത്ര രൂപ വരും അത്? ഇത് ഒരെണ്ണം 110 നമുക്ക് വില. പക്ഷെ നമ്മളിവിടെ കൊടുക്കുന്ന 5 പീസ് കൊടുക്കുന്ന 400 രൂപ. 5 പീസ് 400 രൂപ കൊടുക്കുന്നു. അടുത്തത് ഇത് അയില. അയില, ചെറിയ സൈസ് അയില. അത് എത്ര വരും? 200. 5 എണ്ണം വന്നിട്ട് 200 രൂപ. ഓക്കെ, കുട്ടിച്ചീര വന്നിട്ട് 4 എണ്ണം 200 രൂപ. അതിനുശേഷം നൊത്തോലി 50 രൂപയാണ്. നൊത്തോലിയൊക്കെ 50. വലിയ സൈസ് നൊത്തോലി ഇല്ല. ഓക്കെ, അതിനുശേഷം ഇതൊക്കെ ഓ നെയ്മീൻ ചൂരയുടെ കുഞ്ഞാണ്. അത് 50 രൂപ. ഓക്കെ, ഇത് ഈ മീൻ 100 രൂപയ്ക്കുള്ളതാണ്. ഓക്കെ, ഇത് എത്ര രൂപയുടെ മീനാണ് ചേച്ചി? 700 രൂപയുടെ ചൂരയാണ് വെട്ടുന്നത്. അതിന്റെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല വിശേഷമാണ്. ഓക്കെ, ഇന്ന് എന്തൊക്കെയുണ്ട് മീൻ? എന്തൊക്കെ മീനുകളുണ്ട്? കൊഴിയാള മീനുണ്ട്. റേറ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവോ? കൊഴിയാള മീൻ 100 രൂപ. ഓക്കെ, കൊഴിയാള വന്നിട്ട് 100 രൂപ. കണവ വന്നിട്ട് ഒരു 7 പീസ് ഉണ്ട്. അത് വന്നിട്ട് 200 രൂപയാണ്. വലിയ നൊത്തോലി, വലിയ സൈസ് നൊത്തോലി വന്നിട്ട് 200 രൂപ. അതിനുശേഷം 100 രൂപയുള്ളൂ. വലിയ സൈസ് നൊത്തോലി വന്നിട്ട് 100 രൂപയുള്ളൂ. അപ്പൊ അതിനുശേഷം ഇവിടെ ചൂരയും കൊഞ്ചൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ കാണാം. ഓക്കെ, കിലോ 600 രൂപയാണ് വിഴിഞ്ഞം കൊഞ്ച്. പിന്നെ ഈ ചെറിയ പീസാ ചൂര 100 രൂപയ്ക്ക് 100, 150 രൂപ കിട്ടി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെ മീനുണ്ട്? വിലയൊക്കെ ഒന്ന് പറഞ്ഞു പോവോ? 2 200. വലിയ സൈസ് ക്ലാത്തി ആണെങ്കിൽ 200. ഓക്കെ, എല്ലാ മീനൊക്കെ എവിടത്തെ മീനാ? വിഴിഞ്ഞത്തെ മീനാണ്. എല്ലാ മീനും വിഴിഞ്ഞത്താണ്. വേറെ ഒന്നും മേടിച്ചില്ല ഇന്ന്? ഇത്രേ മേടിച്ചോളൂ. ഇത് വിറ്റ ഉടനെ പോണം പെട്ടെന്ന്. ഓക്കെ, എല്ലാം പെട്ടെന്ന് വിൽക്കട്ടെ. ശരി. ഇതിപ്പോ വെട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? വെട്ടാൻ വേണ്ടി വെച്ചിരിക്കുകയാണല്ലേ? എത്ര രൂപയ്ക്ക് കൊടുത്തു? അവസാന റേറ്റ് എത്ര രൂപയായിരുന്നു? 500 രൂപ തന്നെയായിരുന്നു. കുറയ്ക്കൂല, 1 രൂപ പോലും കുറയ്ക്കൂല. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
സുഖമായിട്ട് ഇരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കണ്ടില്ലല്ലോ. ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എന്തൊക്കെ മീനുകളുണ്ട്? ഓക്കെ. റേറ്റിംഗ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞോ. ഓക്കെ. ഇതൊക്കെ 100 ഇത് 100. ഇത് 100. മിക്കതും 100ന്റെ ഒരു കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല. ഇത് ചൂരയാണോ? ചൂര ഒരു കഷ്ണം 100 രൂപയാണ്. ഓക്കെ. മീനൊക്കെ എവിടുത്തെ മീനുകളാണ് കൂടുതലും? വിഴിഞ്ഞത്തുള്ള മീനുകളാണ് ഇന്ന് മേടിച്ചിട്ടുള്ളത് അല്ലേ? എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് എല്ലാ ദിവസവും ഉണ്ട്? ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച ഇല്ല. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മീൻ കാണോ? സീസൺ തുടങ്ങി. ഓക്കെ. മീനൊക്കെ ഉണ്ട്. നല്ല കാലാവസ്ഥയാണ്. മീനുകൾ ഇഷ്ടത്തിനുണ്ട്. കൊഴിയാളുണ്ട് മക്കളെ. വേറെ മീനൊക്കെ ലോകമില്ലേ? കൊഴിയാളുണ്ട്. ഓക്കെ. എന്തൊക്കെ മീനുകളാണ് ഇന്ന് ഉള്ളത് മെയിനായിട്ട്? കൊഴിയാളുണ്ട്, നവരയുണ്ട്, ചൂരയുണ്ട്, ചെമ്മീനുണ്ട്, വാളയുണ്ട്. മീനുകളൊക്കെ എവിടെ ഉള്ള മീനുകൾ കൂടുതൽ? എല്ലാം വിഴിഞ്ഞത്തുള്ളത് തന്നെ. എല്ലാം വിഴിഞ്ഞത്ത്. ഇത്തവണ എന്താ അടിമലത്തുറയൊന്നും എടുത്തില്ലേ? അടിമലത്തുറ ഇപ്പൊ ഇല്ല മക്കളെ. കടലായതുകൊണ്ട് എല്ലാരും വരുന്നത് വിഴിഞ്ഞത്തിട്ടാണ് അറ്റനും പോണത്. ഓക്കെ. എന്റെ ചെറുമൊഴി പഴമൊഴി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. അടുത്ത കടയിലോട്ട് പോവുകയാണ്. ചേച്ചി കൊഴിയാളാണ്. കൊഴിയാളെ നൊത്തോലിയാണ് ഇവിടെ സംഭവം. ഓക്കെ. കൊഴിയാള മാത്രമേ ഇവിടെ ഉള്ളൂ. കൊഴിയാളുണ്ട്. 50. 5 എണ്ണം 200 ആണ്. തൊട്ടടുത്തുള്ള ഇതിൽ വന്നിട്ട് 5 എണ്ണം 200 രൂപ. ഓക്കെ. ഇനി അടുത്ത. ഓക്കെ. ചേച്ചി എന്തൊക്കെ? എല്ലാ ഐറ്റങ്ങളും കാണും. ഓക്കെ. നേരെ വന്നിട്ട് വിഴിഞ്ഞത്തോട്ട് പോകുന്ന വഴി ഇത് വന്നിട്ട് ആക്ച്വലി ലാൻഡ് മാർക്കാണ് പറയുന്നത്. തെങ്ങ് വളർത്തൽ കേന്ദ്രം. അങ്ങോട്ട് വന്നിട്ട് പാലടാപുരത്തോട്ട് പോകുന്ന റൂട്ടാണ്.